ഇപ്പോൾ വീടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ വീട് വെക്കുന്നതിൻ്റെ ഇതിൽ ഞങ്ങൾ കുറേ ലൈഫ് ലൈൻ്റെ അതിൽ പദ്ധതിയിലൊക്കെ പേര് കൊടുത്തിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇതിൽ അർഹതയില്ലാത്ത പട്ടികയിലാണ് പേര് വന്നിട്ടുള്ളത്. ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള സ്ഥലം ഇല്ലാത്തതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോ മാച്ചിനൊക്കെ പോകണ കണ്ടപ്പോൾ ചേട്ടനും ഇനി ഒന്ന് ചേരാൻ തോന്നി. അപ്പോൾ ചേട്ടനും കൂടെ പിന്നീടുള്ള മത്സരങ്ങൾക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോരുന്നത്. നാഷണൽ മത്സരത്തിൽ വരെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇൻ്റർനാഷണൽ തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് അവരുള്ളത്. അവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഒറ്റ മുറി ഷെഡിലാണ് ഇവരുടെ താമസം. ഈ ഷെഡിൻ്റെ മേൽക്കൂര സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സുകളും മറ്റുമൊക്കെയാണ്. ഇത്രയേറെ ബുദ്ധിമുട്ടിയ ജീവിതത്തിനിടയിലാണ് ഇവർ ഈ നേട്ടങ്ങളൊക്കെ കരസ്ഥമാക്കിയത്. സ്റ്റേറ്റ് എറണാകുളത്തായിരുന്നു, അവിടെ സിൽവർ മെഡലുണ്ട്. പിന്നെ അവിടെ നിന്ന് നാഷണൽസ് പോയി. നാഷണൽ ജമ്മു കാശ്മീർ ശ്രീനഗറിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ 4 ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. സെലക്ഷൻ കിട്ടിയില്ല 2 ഇൻ്റർനാഷണലാണ്. ഒന്ന് നടക്കുന്നത് സ്പെയിനിലും പിന്നെ ഒന്ന് USA-ലേക്കാണ്. സ്പെയിനിലേക്ക് പോകുന്നതിന് 2.5 ലക്ഷം രൂപയോളം എനിക്ക് ചിലവുണ്ട്. നല്ലൊരു സ്പോൺസറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരുന്നു. പുറമ്പോക്ക് ഭൂമിയിലെ കൊച്ചു വീട്ടിൽ നിന്നും പഞ്ചഗുസ്തിയിൽ വലിയ ലക്ഷ്യങ്ങളാണ് ഇരുവർക്കുമുള്ളത്. പ്രതിസന്ധികൾ ഓരോന്നും അതിജീവിച്ച് മുന്നേറുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവരെ തളർത്തുന്നത്.